അപ്പോൾ ഏവർക്കും ഓട്ടോമോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും നമ്മൾ എൻജിൻ സെറ്റിങ്ങിൻ്റെ വീഡിയോ എപ്പോഴും ഡിലേ ആക്കി നിർത്തി ചെറിയൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മനീഷേട്ടൻ എന്തേ ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. എൻജിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ടൂൾസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇതൊരു 10-20 മിനിറ്റത്തെ ചെറിയ പണികളുണ്ട്. ഈ സ്ക്രൂസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കി പിന്നെ എൻജിൻ അതിൻ്റെ സെറ്റ് ചെയ്യണം. ടൈമിങ് അൺഫോർച്ചുനേറ്റ്ലി ടൈമിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണിക്കായിരുന്നു. റോഡ് സൈഡിൽ കൂടെ വണ്ടി പോകുന്ന ബഹളമുണ്ട്. സോറി, എൻജിൻ സെറ്റ് ചെയ്യില്ല, ടൂൾസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജാക്സൺ. ഒരു ഹായ് പറഞ്ഞ ജാക്സൺ. ആ, വേഗം സ്ക്രൂവും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് വണ്ടി വെൻറ്റോ ആണ്. എൻജിൻ സീസായിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. നമ്മൾ ഒരു ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു. അപ്പോൾ അതിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഭയങ്കര സെൻസർ വണ്ടിയല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എൻജിനെല്ലാം സെറ്റ് ചെയ്തതാണ്. ഒരു പ്രാവശ്യം ഓടിച്ചു. മനുഷ്യരുടെ എൻജിൻ വീണ്ടും നമ്മൾ പിന്നെ എന്താ അഴിച്ചത്? എന്തായിരുന്നു കംപ്ലൈൻറ്റ്? വീണ്ടും അല്ല, അത് ആദ്യത്തെ. രണ്ടാമത്തെ പിന്നെ എന്തായിരുന്നു പ്രശ്നം? ക്രാങ്ക് സെൻസർ വീണ്ടും വീക്കായിരുന്നു അതിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ മാറ്റിയത്. ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടിങ് എപ്പിസോഡിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളിന്ന് എൻജിൻ എപ്പിസോഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. എൻജിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യട്ട് ഇത് എന്താ സാധനം വെക്കുന്നത്? ടൈമിംഗ് റോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ നമ്മൾ? ടൈമിംഗ് കവറാണ് ഇപ്പോൾ സെറ്റ് ചെയ്യണത്. ടൈമിംഗ് കവർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എൻജിൻ കയറ്റും. ഇതേപോലെ തന്നെ നമ്മൾ നെപ്പോളിയൻ്റെ വീഡിയോ എടുക്കും കേട്ടോ. എൻജിൻ കിട്ടിയിട്ടില്ല. എൻജിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെപ്പോളിയൻ്റെ വീഡിയോ എടുക്കും. മനുഷ്യട്ട് അത് എത്ര സമയം എടുക്കും ചെയ്യാനായിട്ട്? 3/4 മണിക്കൂർ എടുക്കും. ഞങ്ങളുടെ ആസ്ഥാന മെക്കാനിക്കാട്ടാ. ഒരു ഹായ് പറഞ്ഞ മനുഷ്യട്ടാ. ഹായ്. ആളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കാരണം വീഡിയോയിലേക്ക് വലിയ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല കേട്ടോ. ക്ഷമ ചോദിക്കുന്നു ഞാൻ. അതിൽ ഇന്നസെൻ്റ് പറഞ്ഞോണം ചെമ്പിൽ പരീക്ഷ എഴുതണ പോലത്തെ സെറ്റപ്പാണ്. ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ volkswagen ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇനി എന്ത് ബാലൻസ് ഉള്ളത്? നമ്മൾ ഈ കവർ സെറ്റ് ചെയ്തതിന് ശേഷം എൻജിൻ കയറ്റും. ഗിയർ ബോക്സും സെറ്റ് ചെയ്യണം. എൻജിൻ ആദ്യം കയറ്റി വയ്ക്കില്ലേ നമ്മൾ? ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. ഓക്കെ, എനിക്കറിയാം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു FAQ പോലെ ഞാനത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിന് ട്രോളായിട്ട് വരരുത്, വർഷാപ്പുകാരനായിട്ട് അത് അറിയില്ലെന്ന്. ഞാൻ ഒരുപാട് പേര് കോമൻസിലൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പം ഞാനതൊരു ക്വസ്റ്റ്യനായിട്ട് ആളോട് ചോദിച്ചു എന്ന് മാത്രം. അതിനെ കവർ ചെയ്ത് ടൈറ്റ് ചെയ്യണു. ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇത് ഒരുമിച്ച് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആവും. 2 മണിക്കൂറാവും എന്തായാലും. ഞങ്ങളുടെ പഴയ യൂണിഫോം ആട്ടോ അത്. പഴയ ആളായ കാരണം ആളെ യൂണിഫോം ബാക്കിയുണ്ട്. സ്ക്രൂ ടൈറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. നമ്മൾ ഈ ക്രാങ്ക് സെൻസർ മാത്രം മാറ്റിയിട്ടു അല്ലേ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട്? സെൻസിങ് വീലും. അപ്പോൾ ക്രാങ്ക് സെൻസറും സെൻസിങ് വീലുമാണ് നമ്മളിപ്പോൾ രണ്ടാമത് അഴിച്ചപ്പോൾ മാറ്റിയത്. ആദ്യം നമ്മൾ എൻജിൻ പിസ്റ്റൺ പിടിച്ചേക്കായിരുന്നു. അത് നമ്മൾ ബോറിംഗ് ഒക്കെ കഴിഞ്ഞു, പിസ്റ്റൺ റിങ്സൊക്കെ മാറി. ഇപ്പോൾ നമ്മളെല്ലാം മാറ്റി എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചതാണ്. ഓടിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതിൻ്റെ വാർണിംഗ് ലാമ്പൊന്നും കത്തിയിരുന്നില്ല. കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ക്രാങ്ക് സെൻസറിൻ്റെ പ്രോബ്ലം വന്നു. സ്കാൻ ചെയ്തപ്പോൾ അറിഞ്ഞത്.
ഇത് 1.4 TDI എഞ്ചിനാണ്, ഡീസലാണ്. ഇതിപ്പോൾ എന്താ സെറ്റ് ചെയ്ത മനീഷേട്ടാ? പുള്ളിയാണ് എഞ്ചിൻ്റെ പുള്ളി. ഓക്കെ, ടൈമിംഗ് കവർ അതിൻ്റെ മണ്ടയ്ക്ക് ഫോക്സ്വാഗൻ പണിയുമ്പോൾ കുറച്ച് ശ്രദ്ധ വേണം. കാരണം ഫോക്സ്വാഗൻ്റെ എല്ലാം സെൻസർ ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളുടെയിലും ഒരു പോളോ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അത് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ ഇതിട്ടു. അതിന് ശേഷം എനിക്ക് വേണം 1.4 TDI 68 bhp എന്ന് തോന്നുന്നുണ്ട് പവർ. 2012 വണ്ടിയാണ് കേട്ടോ, 2012 വെൻറ്റോ ആണത്. ഇതാണ് വണ്ടി. വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സൊക്കെ നന്നായി ചെയ്തിട്ടൊക്കെ ഉണ്ട്. വണ്ടിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ എൻജിൻ സൈഡ് മാത്രമേ ഉള്ളൂ. മനീഷായിട്ട് ഇപ്പോൾ അവിടെ കുറച്ച് തട്ടലും മുട്ടലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു മാത്രം. ഞങ്ങൾ ഫോക്സ്വാഗൻ്റെ വണ്ടികൾ ഒരുപാട് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സൊക്കെ ഒരുപാട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പാർട്സ് നമ്മൾ അവിടെ നിന്ന് സോഴ്സ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഫോക്സ്വാഗൻ്റെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന, അതായത് ഫോക്സ്വാഗൻ, BMW, ഓഡി അതിൻ്റെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. വേറൊരു ഫോക്സ്വാഗൻ കിടപ്പുണ്ട്. അതെന്താ മനീഷേട്ടാ? ഫ്ലൈ വീലിൻ്റെ പുറത്ത് വരുന്നൊരു പ്ലേറ്റാണത്. ഇതാണ് നമ്മൾ ഹൈഡ്രോളിക്, ഇതിൻ്റെ എൻജിൻ ക്രാഡിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻജിൻ ഓസ്റ്റ് നമ്മുടെ ഇതിൻ്റെ സ്പെക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഭാഗമാണത്. ഇതുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക് എൻജിൻ കയറ്റാനും കാര്യങ്ങളൊക്കെ കയറ്റാൻ. ഫ്ലൈ വീൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈ വീൽ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്താൽ നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ ഗിയർ ബോക്സ് അല്ലേ മനീഷേട്ടാ? ഇത് കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ബോക്സ് അല്ലേ സെറ്റ് ചെയ്യാം? ഓക്കെ. അപ്പോൾ അത് ആൾ സെറ്റ് ചെയ്യട്ടെ. നമുക്കൊന്ന് അടുത്ത വണ്ടി ഏതാണെന്നൊന്ന് കാണാം. ഇത് ഒരു BM, ഒരു ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ള, ഞാൻ നമ്പർ കാണിക്കുന്നില്ല. അതേപോലെ തന്നെ ഇതൊക്കെ ചെറിയ സർവീസിന് വന്നിട്ടുള്ള വണ്ടികളാണ്. ഇത് ചെറിയ ടച്ചപ്പ് ഉണ്ട്. ടച്ചപ്പ് പാച്ച് സാൻഡ് ചെയ്തിട്ടുണ്ട്. പൊട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കണം. പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കാരണം ഇന്നിപ്പോൾ എൻജിൻ സെറ്റിംഗ് നടക്കില്ല, അതായത് സ്ക്രൂ ടൈറ്റിങ്ങും ഫ്ലൈ വീൽ ടൈറ്റിങ്ങും ഒക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുത്തോളൂ, പ്രോബ്ലം ഇല്ല. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ടാവും, പാർട്ട് 2. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ്സിൽ കൊടുത്താൽ മതി. പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കാം, നോ പ്രോബ്ലം. അപ്പോൾ ഓക്കെ, യു ആർ ഫ്രീ സൈനിങ് ഓഫ്. താങ്ക് യു.